അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സൂറത്തുൽ അംബിയായിലെ 106-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകത്തുള്ളവർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അയച്ചിട്ടില്ല. എന്നിട്ട് തുടർന്ന് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, കുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർ ആഹ്ലാദിക്കട്ടെ എന്ന്. മാത്രമല്ല, അതൊരു തെളിവാണ്. മാത്രമല്ല, നിങ്ങളുടെ മുജാഹിദ് പിൻപറ്റി വരുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയയുടെ ഇഖ്തിദാഇ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട്, യകൂന ലഹു ഫീഹി അജ്റൻ അലീമ. നബിദിനം ആഘോഷിച്ചതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ഇതും ഒരു തെളിവല്ലേ? പിന്നെന്താണ് തെളിവില്ല എന്ന് പറയാൻ കാരണം? ഈ ആയത്ത് എല്ലാം ഇറങ്ങിയ ആളും ഓതിത്തുന്ന ആളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനൊരു അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് നബിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ, അല്ലേ, ഇങ്ങനൊരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് റസൂലക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഈ ആയത്ത് പഠിപ്പിക്കാൻ വന്ന ആളാണ് റസൂല്. ഈ ആയത്ത് ഓതിത്തന്ന ആളാണ്. കുൽ ബി ഫദ്ലില്ലാഹി എന്ന് പറഞ്ഞ ആയത്ത്, അതുപോലെ തന്നെ വബി റഹ്മതിഹി എന്ന് പറഞ്ഞ ഭാഗം, ഫബിദാലിക ഫല്യഫ്റഹു, ഈ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ ആയത്ത് ഓതിത്തന്ന റസൂലിന് മനസ്സിലായില്ല റബീഉൽ അവ്വൽ ആഘോഷിക്കണം. സ്വഹാബത്തിനും തിരിഞ്ഞില്ല, താബിയകൾക്കും തിരിഞ്ഞില്ല, തബഉ താബിയങ്ങൾക്കും തിരിഞ്ഞില്ല. പിന്നെ ആർക്കാ തിരിഞ്ഞത്? അത് ആദ്യം തിരിഞ്ഞത് ഷിയാക്കൾക്ക്. അതും ഏത് ഷിയ? ഒരു മാന്യമായ ഒരു ഷിയാണോ? അതുമല്ല, ഉബൈദികളായ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലും ഹലാലാണ് എന്ന് പ്രഖ്യാപിച്ച ഉബൈദിയ എന്ന് പറയുന്ന ഷിയാക്കളിലെ ഏറ്റവും പിഴച്ച ഒരു വിഭാഗം. അവർക്കാണ് ആദ്യമായി മനസ്സിലായത് ഈ ആയത്തിൽ ഇങ്ങനൊരു പൊരുളുണ്ട്, നബിദിനം ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ ആക്ഷേപിക്കലല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഉത്തമ തലമുറയിൽപ്പെട്ട മനുഷ്യരെ ആക്ഷേപിക്കലല്ലേ ഉദ്ദേശിക്കുന്നത്? ഈ ആയത്ത് ഇത്രയും കാലം അനങ്ങാതെ കിടന്നു എന്നാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നജീബ് മൗലവി എന്ന് പറയുന്ന ആളുണ്ട്, ഇവിടെ സംസ്ഥാനയുടെ ആൾ. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിച്ചിട്ട് വരുന്നുണ്ട് പുറകെ. മൂപ്പര് പ്രസംഗിച്ചത് ജാഹിലിയത്തിൽ ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നബി വന്നിട്ട് എന്തെടുത്തു? അത് തുടർന്നു പോന്നു. എന്ത്? ജാഹിലിയത്ത് തുടർന്നു പോകുന്നതാണ് ഇത്. എന്നാൽ പിന്നീട് ഇസ്ലാം വളർന്നു വലുതായി പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്തെടുത്തത്? കാലം പുരോഗമിച്ചു, ആളുകൾ ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാം സർവകാലികമാണ്, അതുകൊണ്ട് തന്നെ ജന്മദിനാഘോഷം തുടങ്ങി. എന്ത് വിവരക്കേടാ പറഞ്ഞത്? ജാഹിലിയത്ത് നീക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പിഴച്ചുപോയ ജാഹിലിയത്തിൽ ജീവിച്ച മനുഷ്യർക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് വെറുതെ ഓതിപ്പോവല്ല, നേരെ മറിച്ച് പറഞ്ഞില്ലേ, ലിതുബയ്യിന ലഹും, അവർക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കണം, ഈ തബീൻ ചെയ്ത് കൊടുക്കണം. ആയത്ത് ഓതിപ്പോവല്ല, അതിൻ്റെ തഫ്സീർ റസൂൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് അവർക്കറിയായിരുന്നില്ല. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞവരോട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അള്ളാഹു റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, മലക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലുക. സ്വഹാബത്ത് ഇങ്ങനെ മേപ്പോട്ട് നോക്കി. നബിയുടെ അടുക്കിലേക്ക് അവർ ഓടി വന്നു. നബിയെ, അള്ളാഹ് സ്വലാത്ത് എല്ലാം പറയണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? റസൂൽ ഉടൻ തന്നെ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇബ്രാഹിമി സ്വലാത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ റസൂൽ പഠിപ്പിച്ചു കൊടുക്കാൻ. ആ സ്വലാത്ത് വിശ്വാസികൾ പഠിപ്പിച്ചിട്ട് നടപ്പാക്കാണ്. അല്ലാതെ നടപ്പാക്കാതെ പോയ ഒരായത്തുമില്ല ഖുർആനിൽ. മുഹമ്മദ് റസൂലുള്ളാഹിയും സഹാബത്തും നടപ്പാക്കാത്ത ഒരായത്തുമില്ല. നിങ്ങൾ ഓതിയ ഈ ആയത്ത് അത് ഈ റബീഉൽ അവ്വലിൽ ആഘോഷിക്കാനുള്ള തെളിവാണെങ്കിൽ നമുക്കറിയാം, ആദ്യമായി റസൂലുള്ളാഹിയെ ഏറ്റവും അധികം സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് നടപ്പാക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയത്ത് നടപ്പാക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയത്ത് നടപ്പാക്കും. മഹദി ആയിഷ ബീവി ആയത്ത് നടപ്പാക്കും. റസൂലുള്ളാഹിയെ നെഞ്ചിലേറ്റിയ ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത് ആയത്ത് നടപ്പാക്കും. അവരെ ഏറ്റവും നല്ല നിലയിൽ പിന്തുടർന്ന താബിഈങ്ങൾ ആയത്ത് നടപ്പാക്കും. ആ താബിഈങ്ങളിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹി അടക്കമുള്ള, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹി അടക്കമുള്ള, അതുപോലെ തന്നെ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹി അടക്കമുള്ള അയിമ്മത്തിൻ്റെ ഇമാമുമാരടക്കമുള്ള ആളുകൾ അത് നടപ്പാക്കും. അവരാരും കാണാതെ ഉബൈദികളായ ഷിയാക്കളായ ആളുകൾ അവർ കടന്നു വന്നിട്ട് ഹിജ്റ 300 ശേഷമേ നടപ്പാക്കുകയാണ്. അതെങ്ങനെ ശരിയാവുക? അത്
ഇത് സമ്മതിച്ചിട്ടാണ് ഇവരെ പറയണെങ്കിൽ ഈ ആയത്ത് ഓതുന്ന ആൾക്കാരെന്താ തന്നെ പറയണത്? ഖുർആനിൽ ആയത്തുണ്ട്, പക്ഷെ നബി ചെയ്തില്ല, സ്വഹാബ ചെയ്തില്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, ഇന്നും സ്വഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. നമ്മുടെ ഇവിടെ മുഖാമുഖമൊക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ വിചാരിച്ചത് ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പോൾ സഹാബിയുടെ കിതാബൊക്കെ എടുത്ത് വന്നിട്ട് വായിക്കുന്നതാണ്. മനസ്സിലാക്കണം. പക്ഷെ സഹാബിയൊന്നും കൊണ്ടുവരാൻ തന്നെ ധൈര്യമില്ല. അതൊക്കെ റോട്ടുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാനേ പറ്റുള്ളൂ. ഏതായിരുന്നാലും ആ സഹാബി അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തിയത് ഈ മൗലിദ് എന്ന സമ്പ്രദായം തന്നെ ഹിജ്റ 300 ശേഷം വന്നതാ, അത് 300 ശേഷം വന്നതാണ്. അപ്പൊ ചിലർ പറയാൻ ബാക്കിയുണ്ട് മൗലവി, ബാക്കി ഓത്, ബാക്കി പാട്. ബാക്കി എന്തുള്ളത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. ഒരു കാര്യം മനസ്സിലായി, ഇത് ഹിജ്റ 300 ശേഷം വന്നു എന്ന് പറഞ്ഞാൽ വഹാബി അല്ല എന്ന് മനസ്സിലായി. നബിദിനം ചൊല്ലണമെന്നും നബിദിനം മൗലിദ് ഓതണമെന്നും പറഞ്ഞവൻ തന്നെയാ പറയണത്. എന്ത്? അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ആര് കൊണ്ടുവന്നുടോ? അഹ്ലുസുന്നത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹിജ്റ 300 ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിംകൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഹിജ്റ 400 കൊല്ലം ജീവിച്ച അഹ്ലുസുന്നത്തിന്റെ ഏതെങ്കിലും ഒരാള് ഈ മൗലിദ് നടത്തിയത്, നബിദിനം ആഘോഷിച്ചത്, അതിനുവേണ്ടി ഒരവര എഴുതിയത്, 4 നൂറ്റാണ്ട് ഇവിടെ ജീവിച്ച ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്ലാമിക ലോകത്ത് വിരുദ്ധമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ നബിദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞ അരവരി കാണിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ രാജിവെച്ചിറങ്ങിപ്പോവും. ഏത് മുസ്ലിയാക്കന്മാർക്കും വെല്ലുവിളി ഏറ്റെടുക്കാം. 4 നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്ത് വിരചിതമായ ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സഹാബി, താബിഈ, 4 മദ്ഹബിന്റെ ഇമാമുമാരടക്കം, ഷാഫി ഇമാം, ഹനഫി ഇമാം, മാലിക് ഇമാം, ഹംബലി ഇമാം, ഈ 4 ഇമാമുമാരടക്കം ഏതെങ്കിലും ഒരാൾ ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെയോ ഈ നബിദിനം ഈ റബീഉൽ അവ്വൽ ആഘോഷിക്കണമെന്ന രൂപത്തിൽ എഴുതിയത്, അതിനെക്കുറിച്ച് പറഞ്ഞത് തെളിയിച്ചാൽ, കൊണ്ടുവന്നാൽ, അരവരി കാണിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ രാജിവെച്ചിറങ്ങിപ്പോവും. ഏറ്റെടുത്ത് നോക്ക് നിങ്ങൾ. അപ്പോൾ ആ തലമുറക്കൊന്നും ആയത്തുമില്ല, ഹദീസില്ല, അതൊക്കെ മങ്ങിക്കിടക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് വെളിച്ചം വെച്ചു. ആര്? ഈ ഉബൈദികളായ പിഴച്ച വ്യഭിചാരം. അൽബിദായത്തു വന്നിഹായ മറിച്ച് നോക്ക്. ഉബൈദികൾ ആരാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അവരുടെ പ്രത്യേകത എന്ന് അൽബിദായത്തു വന്നിഹായ ഇബ്നു കസീർ വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. അവര് വ്യഭിചാരം പോലും ഹലാലാക്കിയ മനുഷ്യരാണ്. അവരാണ് ആദ്യമായി മൗലിദ് സമ്പ്രദായം തുടങ്ങിയത്. ഫാത്തിമിയാക്കളാ തുടങ്ങിയത്. ഖൈറോ ഈജിപ്തിലാ അത് തുടങ്ങിയത്. പിന്നെയും കുറെ കാലം കഴിഞ്ഞ് ഹിജ്റ 700 ആയപ്പോഴാണ് മുദഫർ രാജാവ് വന്നത്. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ഇറുബൽ ഭരിച്ചവനാണ് വൻധർമ്മിഷ്ഠനായ ഈ മുദഫർ രാജാവിന് കദ്ദാബും ദുർബലനും അസ്വീകാരനുമായ ഇബ്നു ദഹിയ ആണ് ആദ്യമായി മൗലിദ് എഴുതിയത്. ഇബ്നു ദഹിയ എന്ന് പറഞ്ഞ ആളെ ആദ്യം അത്തൻവീർ ഫി മൗലിദ് ബഷീർ നദീർ എന്ന കിതാബ് എഴുതി കൊടുക്കണേ. ഈ ഇബ്നു ദഹിയാര പെരും കള്ളനാണ് എന്ന് ഇസ്ലാമിക ലോകം എഴുതി വെച്ച ആളാ. അസ്വീകാരനാണ് എന്ന് എഴുതി വെച്ച ആളാ. സ്വീകരിക്കാൻ പറ്റില്ല, തൊള്ളേ തോന്നിയൊക്കെ പറയുന്ന ആളാണ് എന്ന് ഇസ്ലാമിക ലോകം വിധി എഴുതിയ ഇബ്നു ദഹിയ എന്ന് പറയുന്ന ആള് സഹാബിയുടെ പേരിലൊക്കെ ചേർത്ത് കള്ളം പറയുന്ന ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയിലേക്കൊക്കെ ചേർത്ത് കള്ളം പറഞ്ഞ് പിൽക്കാലഘട്ടത്തിൽ ഡ്യൂപ്ലിക്കേറ്റായി കടന്നു വന്ന ഇബ്നു ദഹിയ എന്ന് പറയുന്ന ആള്, അയാളാണ് ആദ്യമായി മൗലിദ് എഴുതി മുദഫർ രാജാവിന് എഴുതി കൊടുത്തത് ഹിജ്റ 700. അതിനുശേഷം പിന്നെ വന്ന ആൾക്കാരൊക്കെ നല്ല വിധേയത്ത് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഉദ്ധരണികളൊക്കെ അതിനുശേഷമാണ് വന്നത്. ഈ കോക്കുബിരി എന്ന് പറയുന്ന മുദഫർ രാജാവിന് ശേഷമാണ് ഈ നല്ല വിധേയത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നത്. 7 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം അതിനെയാണ് ഇന്നും ചില ആളുകൾ ന്യായീകരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ആയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു ഇറക്കിയതാണെങ്കിൽ അത് വിശദീകരിക്കാൻ വന്ന ആളെ റസൂലിന് അത് മനസ്സിലായില്ല. താബികൾക്ക് താബികൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഈ 700 വന്ന രാജാവിനും അതുപോലെ തന്നെ ഇബ്നു ദഹിയക്കുമാണ് അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കൂല. ഇനി മാത്രമല്ല ഇബ്നു തൈമിയ്യ പറഞ്ഞു. എന്താ ഇബ്നു തൈമിയ്യ പറഞ്ഞത്? അജ്റുൻ അളീം, വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചിട്ട് തിരിയാത്ത നമ്മളിപ്പോൾ എന്താ ചെയ്യുക?
അത് പറഞ്ഞത് ആരെക്കുറിച്ചാ? മുസ്ലിയാക്കന്മാർ സമ്മതിക്കോ? ഞാനൊരു ചോദ്യം അതിനെപ്പറ്റി മറു ചോദ്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഉസ്താദിനോട് ചോദിക്കുക, അല്ല ഇബ്നു തൈമിയ പറഞ്ഞ വിഭാഗത്തിൽ ആ പ്രതിഫലം കൂട്ടുന്ന കൂട്ടത്തിലാ നിങ്ങൾ സമ്മതിക്കുമോ? അത് സമ്മതിച്ചു തന്നാൽ മതി. ഒറ്റ കാര്യം സമ്മതിച്ചാൽ ആ ഇബ്നു തൈമിയുടെ കിതാബ് കൊണ്ടുവരുന്ന ആളുകൾ സമ്മതിക്കണം. എന്ത്? ആ കൂലി കിട്ടുന്നു ഇബ്നു തൈമിയ പറഞ്ഞ ആ ഗണത്തിൽ തന്നെ ഞങ്ങളുള്ളത്. അങ്ങനെ സമ്മതിച്ചാൽ മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ സമ്മതിച്ചു, ഏതെങ്കിലും ഉസ്താദിനെ വിളിച്ചതെന്ന് പറയിപ്പിക്കുക. എന്ത്? ഇബ്നു തൈമിയ പറഞ്ഞില്ലേ, ഫതഅലീമുൽ മൗലിദ് വത്തിഹാദുഹു മൗസിമൻ. അതേ, ചില ആളുകൾ ഈ മൗലിദ് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്, അത് വലിയ ആഘോഷമായി കൊണ്ട് നടക്കുന്നുണ്ട്, അവർക്ക് അജ്റുൻ അലീം, വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ പറഞ്ഞ ആൾക്കാരിൽ പെട്ട ആൾക്കാരാ ഞങ്ങള് എന്ന് ഇവർ തുറന്നങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ മതി. അതാ പറഞ്ഞ, കിതാബ് വായിച്ചാൽ പോരാ, കിതാബ് കൊണ്ടു തിരിഞ്ഞാലും പോരാ, കിതാബിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിയണം. ആ കിതാബിനുള്ളിലുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തരം ഈ മൗലിദിൽ നിന്ന് തടഞ്ഞാൽ ഓൻ കള്ളുടിക്കാൻ പോകുന്ന ഒരാളാണ്. മൗലിദിൽ നിന്ന് തടഞ്ഞാൽ അയാൾ അതിനേക്കാളും വലിയ ഏതെങ്കിലും ഒരു ഹറാമിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ഓനെ മസ്ലഹത്തിന് വേണ്ടി അവിടെ തന്നെ നിന്നോട്ടേന്ന് പറഞ്ഞു. ഓൻ അതിന് കൂലി കിട്ടോ? ഇല്ല, വിദേഹത്തിന് കൂലി കിട്ടൂല. അവന് ഹുബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ കൂലി കിട്ടിയേക്കാം. ഈ രൂപത്തിലാണ് ഇബ്നു തൈമിയ സംസാരിച്ചു പോണത്. ആ രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചു പോണത്. അത് അദ്ദേഹം അതിന് മുമ്പത്തെ പേജിൽ തന്നെ പറഞ്ഞു, ഏതാണ്ട് മുനാഫിഖ്, ഫാസിദ് ഗണത്തിൽപ്പെടാവുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്, മുഅ്മിനെ കുറിച്ചല്ല. ശരിയായൊരു മുഅ്മിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇബ്നു തൈമിയ തന്നെ പറയാണ്, ഒരു ശരിയായ ഒരു നല്ല രൂപത്തിലുള്ള മുഅ്മിനെ കുറിച്ചുള്ള വർത്താനം അല്ല ഇത്. ഇതൊരു മുനാഫിക്ക്, ഫാസിദ് കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെച്ചത്. അത് വിശദമായി നമ്മൾ പലയിടത്തും മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇബ്നു തൈമിയ അങ്ങനെ പറഞ്ഞു തന്നെ വിചാരിച്ച, ഇബ്നു തൈമിയ അല്ല ഖാത്തിമുൽ അംബിയ, നബി പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്നു തൈമിയ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാലും ഇബ്നു തൈമിയ ദലീലല്ല, ഇബ്നു തൈമിയ നമുക്കാർക്കും തെളിവുമല്ല. ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബിയുമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിയും സഹാബത്തും കാണിച്ച മാർഗത്തിനെതിരെ ആര് പറഞ്ഞാലും നമുക്കൊട്ടത് സ്വീകാര്യമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇബ്നു തൈമിയ പറഞ്ഞതാകട്ടെ ഇന്ന് മൗലിദ് കഴിക്കുന്ന ആളുകൾക്കുള്ള തെളിവുമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.